കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നമൊന്നുമല്ല ഇത്. അമ്പലത്തിൽ പോകുമ്പോൾ ഷർട്ടിടണോ ഊരണോ എന്നൊക്കെ ഉള്ളത് വിശ്വാസികൾ തീരുമാനിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 25,000-30,000 ഉറുപ്പിയുടെ ചുരിദാർ ഇട്ടിട്ട് അതിന്റെ മുകളിൽ നല്ല കറുത്ത തുണി, കേരളത്തിൽ ഇന്നേ വരെ ആരും ഇടാത്ത ഒരു വേഷം, എങ്ങനെ 10-15 കൊല്ലം കൊണ്ട് കേരളം ഈ ഒരു വേഷ സംസ്കാരത്തിലേക്ക് മാറിയത്? അതിനെപ്പറ്റി ഒന്നും ആർക്കും ചോദ്യമല്ലേ? നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ നമ്മുടെ മുസ്ലിം സഹോദരിമാരുടെ വേഷം എന്തായിരുന്നു, എന്ത് മനോഹരമായിരുന്നു. ഇന്നിപ്പോ എല്ലായിടത്തും ഒരു പ്രത്യേക വേഷം അടിച്ചേൽപ്പിക്കുകയല്ലേ. പിണറായി വിജയൻ ഒരു അക്ഷരം അതിനെക്കുറിച്ച് മിണ്ടുന്നുണ്ടോ? ഹിന്ദുക്കളുടെ അമ്പലത്തിൽ കുപ്പായ ഊരണോ ഊരണ്ടയോ ഇതൊക്കെയാണ് പുള്ളി ആലോചിക്കുന്നത്. അതൊന്നും നടപ്പില്ല ശ്രീ പിണറായി വിജയൻ. കാരണം നമ്മുടേത് ഒരു ബഹുസ്വര സമൂഹമാണ്. എല്ലാ മതങ്ങളെയും പഠിപ്പിക്കാനാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കാം. ഒരു കൂട്ടരെ എല്ലാ കാലത്തും പഠിപ്പിക്കാൻ ചില ആൾക്കാരെ ഇറങ്ങിയിരിക്കും. ബാക്കി ഇവിടെ എന്തായാലും കുഴപ്പമില്ല. ഈ പിണറായി വിജയന് മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം ദേവാലയങ്ങളിൽ സ്ത്രീകളെ പ്രാർത്ഥിക്കാൻ സമ്മതിക്കണം എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ? 99% മുസ്ലിം ദേവാലയങ്ങളിലും സ്ത്രീകൾക്ക് പ്രവേശനമില്ല, അവർക്ക് ആരാധന സ്വാതന്ത്ര്യമില്ല. നമ്മുടെ കേരളത്തിൽ ഇന്ന് അത്രയും വലിയ പരിഷ്കൃത സമൂഹമാണ്, വലിയ വിപ്ലവകാരികളാണ് ഞങ്ങൾ എന്നാ പറയാൻ ധൈര്യമുണ്ടോ? എന്താ പറയാത്തത്? വളരെ കുറച്ച് സമുദായ വിഭാഗങ്ങൾ മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കുന്നുള്ളൂ. അവിടെ ഒരു ചോദ്യം പോലും ഉന്നയിക്കാനുള്ള അന്തസ്സും ആർജവും പിണറായി വിജയനില്ല. ഇത് ഹിന്ദുക്കളുടെ പുറത്ത് ഇങ്ങനെ കുതിര കയറി സന്തോഷിക്കുക എന്നുള്ള നിലപാടാണ്. അത് ഞങ്ങൾ സമ്മതിക്കുന്ന പ്രശ്നമേ ഇല്ല.